സമയം രാത്രി 11:50. എപ്പോഴോ ഒരു കോളേജ് ട്രിപ്പ് പോയപ്പോൾ പൈശാചികമായ ഒരു ശക്തി സ്വന്തം ശരീരത്തിൽപ്പെട്ട ഹന്ന എന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു എക്സോർസിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രീസ്റ്റ്. ഇപ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ ഹന്നയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണ ശക്തിയോടെ ഈ ഒരു പിശാച് പുറത്തേക്ക് വരുന്ന സമയങ്ങളിൽ അവളുടെ ശക്തികൾക്ക് മുന്നിൽ മറ്റേതൊരു ശക്തിയും പരാജയപ്പെട്ടു പോവുകയാണ്. ഇതെല്ലാം വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവളുടെ സ്വന്തം പിതാവ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവളുടെ ശരീരത്തിലെ ഈ ഒരു പിശാച് പൂർണ്ണ ശക്തിയോടെ പുറത്തു വരികയും ഈ ശക്തിയിൽ അത്രയും നേരം മന്ത്രവും തന്ത്രവുമെല്ലാം ഉരുവിട്ടുകൊണ്ടിരുന്ന ഈ ഒരു പ്രീസ്റ്റിനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അയാൾക്കിപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് മനസ്സിലാവുന്നില്ല തനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. ശരീരമാകെ വരിഞ്ഞു മുറുകുന്ന പോലെ എന്തോ ഒന്ന്. ഈ ഒരു പ്രീസ്റ്റിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനും എതിരായി അന്തരീക്ഷത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. അയാളുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. തൻ്റെ കൈകളെയും കാലുകളെയും ഒന്നും കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അന്തരീക്ഷത്തിൽ വളരെ വേഗത്തിൽ പിന്നിലേക്ക് പോയി ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ മുൾക്കിരീടത്തിൽ അദ്ദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗം തുളഞ്ഞു കയറി അദ്ദേഹം അവിടെ മരണപ്പെടുകയാണ്. വളരെ നല്ല രീതിയിലുള്ള ഗ്രാഫിക് ഗോറുകളും ഹൊറർ വയലൻസുകളും ജംസ്കെയേഴ്സും ഒരുപാട് ഫ്രൈറ്റനിങ് സീൻസുമെല്ലാം ഉൾപ്പെടുത്തി 2018 റിലീസ് ചെയ്ത ദ പൊസഷൻ ഓഫ് ഹന്ന ഗ്രേസ് എന്ന സിനിമയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഒരല്പം ഭീതിയോടുകൂടി അല്ലാതെ നിങ്ങൾക്കിത് കണ്ടു തീർക്കാൻ സാധിക്കില്ല. പെട്ടെന്നാണ് കപ്പ്യാരുടെയും കഴുത്തിൽ ആരോ കയറി പിടിച്ചതുപോലെ കപ്പ്യാരും ഇപ്പോൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയാണ്. ആരോ അയാളുടെ കഴുത്തിൽ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുനിന്ന ഹന്നയുടെ അച്ഛൻ കട്ടിലിൽ 2 കൈകളും 2 കാലുകളും കെട്ടിയിട്ടിരുന്ന അവളോട് സംസാരിക്കുകയാണ്. ഹന്ന, നീ ഫൈറ്റ് ചെയ്തേ മതിയാവൂ. നിനക്ക് ഈ പിശാചിനെ വിട്ട് പുറത്തു വന്നേ മതിയാവൂ. അതുകൊണ്ട് നീ ഫൈറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഹന്നയുടെ അച്ഛൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹന്ന ഇതെല്ലാം കേട്ടത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം. അതാ വീണ്ടും അവളുടെ ശരീരത്തിൽ നിന്ന് ഈ ഒരു പിശാച് പുറത്തു വന്നിരിക്കുകയാണ്. വളരെയധികം കാഠിന്യമുള്ള ശബ്ദത്തിൽ, നിങ്ങളുടെ ഈ വേശ്യയായ മകളുടെ ശരീരം എന്റേതാണ്. ഇത്രയും പറഞ്ഞ ശേഷം കപ്പ്യാരുടെ കഴുത്തിൽ ഒരു കയറ് വലിച്ചു മുറുകുന്നത് പോലെ അയാൾ ഒരൊറ്റ ശ്വാസത്തിനു വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ടു നിന്നുകൊണ്ടിരുന്ന അവളുടെ അച്ഛൻ അവസാനം പെട്ടെന്ന് തന്നെ ഒരു തലയണയെടുത്ത് ഹന്നയുടെ മുഖവും വായും മൂക്കും കവറാവുന്ന രീതിയിൽ പൊത്തിപ്പിടിച്ച് ഇവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ഹന്നയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ആ ഒരു തലയിണയിൽ എഴുതിയിരിക്കുന്ന വരികൾ, ബൈ ഹിസ് വൂൺസ് വി ആർ ഹീൽഡ്. അങ്ങനെ ഹന്ന മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കപ്പ്യാര് വായുവിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഒരാൾ മരിച്ചതുകൊണ്ട് മറ്റൊരാൾ രക്ഷിക്കപ്പെട്ടു. 3 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരം നമ്മുടെ ഹീറോയിൻ അവരുടെ എക്സസൈസുകൾക്കിടയിലാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പേര് മേഗൻ എന്നാണ്. അപ്പോൾ മേഗൻ്റെ ഫ്രണ്ടായിട്ടുള്ള ലിസ വിളിച്ചിട്ട് മേഗനോട് പറയുന്നത്, ഞാൻ ഡോക്ടർ ലൂയിസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിന്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിനക്കിന്ന് ഉച്ചകഴിഞ്ഞ് തന്നെ വരേണ്ടി വരും. റെഡിയായി നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായിക അന്ന് വൈകുന്നേരം തന്നെ ബോസ്റ്റൺ മെട്രോ ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വന്നേക്കുകയാണ്. അപ്പോൾ തന്നെ മേഗൻ്റെ ഫ്രണ്ടായിട്ടുള്ള ലീസ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നിന്റെ മുഖം വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്നല്ലോ. അപ്പോൾ മേഗൻ പറയുന്നത്, അതെ, എൻ്റെ ജോബ് ഇൻ്റർവ്യൂ ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും നിനക്കങ്ങനെ തോന്നുന്നത്. അങ്ങനെ ഇവരൊരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലീസയുടെ ജോലി എന്താണെന്നും 3 നില മുകളിലായിരിക്കും ലീസ എന്നും നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് എന്നുമൊക്കെ ലീസ നമ്മുടെ നായികയോട് പറയുകയാണ്. ഈ സമയം മേഗനോട് ഡോക്ടർ ലൂയിസ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അത്ര നിസ്സാരമായിട്ടുള്ള ജോലിയൊന്നുമല്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 പേര്, അതായത് ഇൻടേക്ക് അസിസ്റ്റന്റ് എന്നാണ് ഇതിന് പറയുക, വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 പേരും പിരിഞ്ഞുപോയി. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നായിക ഡോക്ടറോട് ചോദിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ തിരിച്ചു പറയുന്നത്, ഇത് ആരും നന്ദിയൊന്നും പറയാനില്ലാത്ത സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ട ജോലിയാണ്. മാത്രവുമല്ല ഇതിനകത്തെ ഒരു പ്രത്യേക സ്മെല്ല് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. അതുകൊണ്ടൊക്കെയാണ് ആളുകൾ പിരിഞ്ഞു പോകുന്നത് എന്നൊക്കെയാണ് ഡോക്ടർ നമ്മുടെ ഹീറോയിനോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, ഞാൻ മുൻപ് പോലീസിലുണ്ടായിരുന്നതാണ്. എനിക്ക് ഈ ദുർഗന്ധമൊന്നും വലിയ വിഷയമൊന്നുമല്ല. മാത്രമല്ല നിങ്ങൾക്കെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ലീസ എന്നോട് പറഞ്ഞല്ലോ എന്ന് ഡോക്ടർ നമ്മുടെ നായികയോട് ചോദിക്കുമ്പോഴത്തേക്ക് നായിക റിപ്ലൈ ചെയ്യുന്നത്, അതെ, പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി, ഞാനിപ്പോൾ ഓക്കെയാണ് എന്നൊക്കെയാണ്.
അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാനാവുമെന്ന് ലിസ എനിക്ക് ഉറപ്പ് തന്നതുമാണ് എന്ന് ഡോക്ടർ നമ്മുടെ നായികയോട് പറയുന്നുണ്ട്. മോർച്ചറിയുടെ അകത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ ലൈറ്റുകളുടെ സെറ്റപ്പുകളെ കുറിച്ച് ഡോക്ടർ നമ്മുടെ മേഘന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റുകൾക്ക് പ്രത്യേകിച്ച് സ്വിച്ചുകളൊന്നുമില്ല, താഴെയുള്ള മൂവ്മെന്റുകൾ സെൻസ് ചെയ്തിട്ടാണ് ഈ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നത്. ശേഷം ഈ മോർച്ചറിയുടെ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഡോക്ടർ നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പുരുഷന്മാരുടെ മുറിയും സ്ത്രീകളുടെ മുറിയും പ്രത്യേകമാണ്, ശവം സംസ്കരിക്കുന്നതിനുള്ള ഇൻസിനറേറ്റർ റൂം ഇന്ന ഭാഗത്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വേറൊരു ഇൻടേക്ക് ബേയും കൂടെ ഡോക്ടർ നായികയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ നിന്നാണ് മൃതദേഹങ്ങൾ മോർച്ചറിയുടെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇൻടേക്ക് ബേ വഴി അകത്തേക്ക് വരുന്ന മൃതദേഹങ്ങൾ ആദ്യം തന്നെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക. മാത്രമല്ല മൃതദേഹങ്ങളുടെ ഫിംഗർ പ്രിന്റുകളും സ്കാൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ ആ മോർച്ചറിയിൽ നടക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡോക്ടർ മേഘന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഡോക്ടറിന് നന്ദിയും പറഞ്ഞ് അന്നത്തെ ദിവസം അവർ പിരിയുകയാണ്. പിറ്റേ ദിവസം രാത്രി 11 മണി. മേഘൻ ഡ്യൂട്ടിയിൽ കയറിയിട്ട് ഇൻടേക്ക് ബേ വഴി ആദ്യത്തെ മൃതദേഹം അകത്തേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ മേഘൻ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡെഡ് ബോഡിയിലെ വൗണ്ടുകളും ഫിംഗർ പ്രിന്റും എല്ലാം എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുകയാണ്. ശേഷം വാഷ്റൂമിൽ പോയി തിരികെ വരുന്ന നമ്മുടെ നായിക പെട്ടെന്ന് തന്നെ ഹാലൂസിനേറ്റഡ് ആയിട്ട് വാക്ക്വേയിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. മേഘൻ താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇയാളുടെ കണ്ണുകളിൽ മുഴുവൻ നല്ല വെള്ള നിറം. പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക കയ്യിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നായികക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഹാലൂസിനേഷൻ്റെയോ ഓവർ തിങ്കിങ്ങിൻ്റെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നായികയ്ക്ക്. അങ്ങനെ ലീസ അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പിലേക്ക് പണ്ടെപ്പോഴോ നമ്മുടെ നായിക പോലീസിലായിരുന്നപ്പോഴത്തേക്ക് നടന്ന ഒരു ഷൂട്ടിംഗ് എൻകൗണ്ടറിനെ കുറിച്ച് വിവരിക്കുകയാണ്. അന്ന് വളരെ ഹാലൂസിനേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാതെ ഞാൻ അങ്ങനെ നിന്നുപോയി. കുറ്റവാളി ആയിരുന്ന ഒരാളെ പിന്തുടർന്ന് പോയതാണ് ഞങ്ങൾ. പെട്ടെന്നാണ് അയാൾ തൻ്റെ പാർട്ട്ണർക്ക് നേരെ നിറയൊഴിച്ചത്. അന്ന് എനിക്കൊന്നും ചെയ്യാനായില്ല. ഒരു കോമാളിയെ പോലെ നോക്കി നിൽക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് കഴിഞ്ഞുള്ളൂ. സ്വന്തം പാർട്ട്ണറിന് വെടികൊണ്ട് ബ്ലീഡായി മരിച്ചുപോയതിനെ കുറിച്ച് ആ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മുടെ നായിക. അങ്ങനെ അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ഒരുപാട് നാളുകൾ ഗുളികകളിലും ആൽക്കഹോളിലുമൊക്കെ ആയിരുന്നു തൻ്റെ ജീവിതം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നായിക ഇപ്പോൾ അവരോട് പറയുന്നത്. ഈ സമയം ഇവർ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ നമ്മുടെ നായികയോട് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് അങ്ങനെ ആരും ഈ ജോലിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാറില്ലെന്നും അവർ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുമെന്നും മോർച്ചറിയിൽ നിന്ന് പല ശബ്ദങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട് എന്നൊക്കെ ചിന്തിച്ചാണ് പലരും ഇവിടെ നിൽക്കാത്തതിൻ്റെ കാരണം. ശേഷം ഇവർ അകത്തേക്ക് കടക്കുമ്പോഴത്തേക്ക് ഒരു ID കാർഡ് നമ്മുടെ നായികയ്ക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം ഡോക്ടർ പറയുന്നത് ഇതില്ലാതെ നിനക്ക് അകത്തേക്കോ പുറത്തേക്കോ ഇറങ്ങാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയാണ്. അവിടുത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ നമ്മുടെ നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം മേഘൻ ജോലിയൊന്നുമില്ലാതെ മോർച്ചറിയിൽ അങ്ങനെ ഒരു ബോൾ എടുത്ത് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇൻടേക്ക് ബേ അലാറം വർക്ക് ചെയ്യുകയാണ്. മേഘൻ താഴേക്കിറങ്ങി ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരെയും അവിടെ കാണുന്നില്ല. അങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഗ്ലാസ്സിൽ വന്ന് തട്ടുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ താക്കോലെടുക്കാൻ മറന്നുപോയി, ദയവായി വാതിലൊന്ന് തുറക്കുക. അപ്പോൾ നമ്മുടെ മേഘന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അയാൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് താനിപ്പോൾ സെക്യൂരിറ്റിയെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് മേഘൻ മുകളിലേക്ക് പോവുകയാണ്. മുകളിലെത്തിയ ശേഷം നായിക റിസപ്ഷനിലേക്ക് വിളിച്ച് സെക്യൂരിറ്റിമാരോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് അതൊന്നും സാരമില്ല, അറിയിച്ചതിന് നന്ദി, ഇതൊക്കെ ഇവിടെ സാധാരണമാണ്. ഈ സമയം ഇൻടേക്ക് ബേയുടെ സൈറൻ വീണ്ടും മുഴങ്ങുകയാണ്. മേഘൻ താഴേക്ക് എത്തുമ്പോഴത്തേക്ക് റാൻഡി എന്ന് പറയുന്ന ഒരാൾ പുതിയൊരു ഡെഡ് ബോഡിയുമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റാൻഡിയുടെ പാർട്ട്ണർക്ക് വയ്യായിക ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് ലീവായിരുന്നു. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് മേഘൻ തൻ്റെ താക്കോൽ ഉപയോഗിച്ച് ഡോറിന് പുറത്തു വന്നാണ് റാൻഡിയെ ഹെൽപ്പ് ചെയ്ത് ഡെഡ് ബോഡി അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഈ സമയം ഡോർ ഓപ്പണായി കിടക്കുകയായിരുന്നു. അങ്ങനെ മേഘൻ ഈ ഒരു ഡെഡ് ബോഡിയെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ റാൻഡി പറയുന്നത് ഒരിടവഴിയിലാണ് പോലീസുകാർ അവളെ കണ്ടെത്തിയത്. അവിടെ വെച്ച് വളരെ പ്രായമുള്ള ഒരാൾ ബോഡിയിൽ ഒരു കത്തി കൊണ്ട് വെട്ടി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് കണ്ട ഉടനെ തന്നെ ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. വളരെ മൃഗീയമായ രീതിയിൽ പരിക്കേറ്റ നിലയിലായിരുന്നു ഈ ഒരു ഡെഡ് ബോഡി നായികയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ മൃതശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളുടെ ഫോട്ടോ നമ്മുടെ നായിക എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് മെഷീനിൽ നിന്ന് എററാണെന്നും ചിത്രം ലോഡ് ചെയ്യാൻ സാധിക്കുന്നുമില്ല എന്ന കമാൻഡാണ് ഇപ്പോൾ കേൾക്കുന്നത്. 2ാം പ്രാവശ്യവും ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് എറർ കോഡിൻ്റെ കമാൻഡ് തന്നെയാണ് കേൾക്കുന്നത്.
അങ്ങനെ 3-ാം പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു മെഷീനിൽ നിന്ന് നമ്മുടെ നായികയ്ക്ക് ഷോക്ക് ഏൽക്കുകയാണ്. വീണ്ടും ഈ ഒരു ഡെഡ് ബോഡിയുടെ ഫിംഗർ പ്രിന്റ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോഴും ഇതേ അവസ്ഥ തന്നെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റോറേജിലേക്ക് ഡെഡ് ബോഡി വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ടേബിളിലുണ്ടായിരുന്ന ഗ്ലാസ് ബോട്ടിൽസും സിസേഴ്സും ഫോർസെപ്സും ടെസ്റ്റ് ട്യൂബുകളുമെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ട്രേസ് എല്ലാം ഒരു ടേബിളിന്റെ മുകളിൽ നിന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. ഈ ഒരു ഡെഡ് ബോഡി അകത്തേക്ക് കയറ്റുന്നതിന് തൊട്ട് മുൻപ് ഈ ട്രേസ് എല്ലാം ടേബിളിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടിച്ചിതറി പോവുകയാണ്. അങ്ങനെ ബോഡി അകത്തേക്ക് കയറ്റാതെ തന്നെ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽസിന്റെ പീസസ് എല്ലാം പെറുക്കി മാറ്റാൻ നോക്കുന്ന സമയത്ത് നായികയുടെ വലത് കൈയിൽ ചെറിയൊരു മുറിവുണ്ടാവുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ബ്ലീഡിംഗ് സംഭവിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ നായിക ഈ ഒരു ബോഡി സ്റ്റോറേജിലേക്ക് കയറ്റി വയ്ക്കുന്ന സമയത്ത് നായികയുടെ കയ്യിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഡെഡ് ബോഡിയുടെ ദേഹത്തേക്ക് വീഴുകയാണ്. അങ്ങനെ നമ്മുടെ നായിക മുറിവേറ്റ തൻ്റെ കൈ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെഡ് ബോഡി സൂക്ഷിച്ചിരുന്ന ആ ഒരു സ്റ്റോറേജിൻ്റെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തുറക്കുകയാണ്. അങ്ങനെ ഇത് വീണ്ടും അടയ്ക്കാൻ ചെല്ലുന്ന നമ്മുടെ നായിക ഈ ഒരു ബോഡിയുടെ കേസ് ഫയൽ എടുത്തിട്ട് ബോസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂ കേർട്സിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഈ ഒരു ഡെഡ് ബോഡിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കേസിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹന്ന ഗ്രേസ് എന്നു പേരുള്ള 23 വയസ്സുകാരിയുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മുടെ നായികയ്ക്ക് പോലീസിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് അവളുടെ കണ്ണുകൾക്ക് ബ്രൗൺ നിറം ആണെന്നുള്ളതാണ്. എന്നാൽ ഡെഡ് ബോഡിയിലെ കണ്ണുകളുടെ നിറം നീലയും. അങ്ങനെ ഡെഡ് ബോഡിയുടെ കണ്ണിൻ്റെ നിറത്തിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ നമ്മുടെ നായിക ഇതിൻ്റെ നിറം ബ്രൗൺ തന്നെയാണോ ഒന്ന് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജിൽ നിന്ന് ഡെഡ് ബോഡി വീണ്ടും പുറത്തേക്കെടുത്ത് പരിശോധിക്കുകയാണ്. ഈ സമയത്ത് എവിടെ നിന്നോ ഒരു ഈച്ച ഡെഡ് ബോഡിയുടെ കണ്ണുകളിൽ നിന്ന് ബോഡിയുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂടിയിട്ടിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവർ മേഘൻ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഈച്ചകളുടെ ഒരു കൂട്ടം പെട്ടെന്ന് തന്നെ മേഘനെ ആക്രമിക്കാൻ വരുന്നത് പോലെ നമ്മുടെ നായികയ്ക്ക് ഹാലൂസിനേറ്റഡായി തോന്നുകയാണ്. ഈ ഒരു സമയത്ത് എന്തെന്നില്ലാത്ത ഒരു സംശയത്തിൽ നിൽക്കുന്ന നമ്മുടെ നായികയുടെ പിന്നിലെ ജനലിൻ്റെ പിൻഭാഗത്ത് മൂവ്മെൻറ്റ് സെൻസറുകൾ കൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന ലൈറ്റുകൾ ജസ്റ്റ് ഒന്ന് മിന്നിമറയുന്നതായി നമുക്ക് ഈ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയ നമ്മുടെ നായിക സ്റ്റോറേജിൽ ചെന്ന് നോക്കുമ്പോൾ ഡെഡ് ബോഡി അവിടെ കാണുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഒരു ഡോർ ആരോ തുറന്നിട്ട് അടയ്ക്കുന്നത് പോലെയും ഈ ഒരു ഡെഡ് ബോഡി ആരോ എങ്ങോട്ടോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെയുമൊക്കെ നമ്മുടെ നായികയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു ഡെഡ് ബോഡിയുടെ പിറകെ നമ്മുടെ നായിക ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹുഡിയൊക്കെ ധരിച്ച് ഒരാൾ നമ്മുടെ നായികയെ പെട്ടെന്ന് തന്നെ കടന്നു പിടിക്കുകയും നമ്മുടെ നായികയുടെ കഴുത്തിന് കത്തിവെച്ച ശേഷം അനങ്ങിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ നായികയിൽ നിന്ന് പഴയ ആ ഒരു പോലീസുകാരി പുറത്തേക്ക് വരികയാണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തട്ടിത്തെറിപ്പിച്ച ശേഷം അയാളെ അടിച്ച് താഴെയിടുകയാണ് നമ്മുടെ നായിക. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്ന് കത്തി നമ്മുടെ നായികയ്ക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇയാൾ എങ്ങോട്ടോ മറയുകയാണ്. പെട്ടെന്ന് തന്നെ നായിക ക്യാബിനിൽ വന്ന ശേഷം സെക്യൂരിറ്റിക്ക് ഒരു ഫോൺ ചെയ്യുകയാണ്. ഇതിനകത്ത് ആരോ ഉണ്ട്, പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുക. വീണ്ടും നമ്മുടെ നായിക ഇയാളെ തിരയുന്നതിന് വേണ്ടി നേരത്തെ ഇവർ തമ്മിൽ ഫൈറ്റ് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ മേഘൻ ഇയാളെ ഇൻസിനറേഷൻ റൂമിന്റെ അടുത്തായി കണ്ടെത്തുകയാണ്. ഇയാൾ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട ശേഷം ബോഡി ഇൻസിനറേഷൻ ചെയ്യാനായിരുന്നു ഇയാളുടെ പദ്ധതി. പക്ഷെ മേഘൻ ഇയാളെ തടയുകയും പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് വന്ന് ഇയാളെ പൂട്ടുകയും ചെയ്യുകയാണ്. അയാൾ എന്തൊക്കെയോ ഈ സമയം വിളിച്ചു പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലൊന്നുമല്ല. എൻ്റെ ഈ അവസരം മുടക്കിയതിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇത് നിങ്ങളുടെ കയ്യിലൊന്നും നിൽക്കുന്ന കേസല്ല. ഈ ഒരു ശവശരീരം ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ല. ഇത് പെട്ടെന്ന് തന്നെ നശിപ്പിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അവൾ മരിച്ചിട്ടില്ല എന്നൊക്കെ വളരെ ഉച്ചത്തിൽ ഇയാൾ നിലവിളിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ നായിക ഈ ഒരു ബോഡി എടുത്ത് സ്റ്റോറേജ് റൂമിൽ വെച്ചിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിനകത്തുണ്ടായിരുന്ന ഡെഡ് ബോഡിയുടെ കൈ ചെറുതായൊന്ന് അനങ്ങുന്ന ശബ്ദം നമ്മുടെ നായിക കേൾക്കുകയാണ്. അങ്ങനെ ഇത് തനിക്ക് തോന്നിയതാണെന്ന് കരുതി സ്റ്റോറേജിൻ്റെ വാതിൽ ക്ലോസ് ചെയ്ത് നായിക പിന്നിലേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഡോർ ഓട്ടോമാറ്റിക്കായി വീണ്ടും തുറക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഡെഡ് ബോഡി വീണ്ടും പുറത്തേക്കെടുത്ത് നായിക ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആൻഡ്രൂ നായികയെ വിളിക്കുകയാണ്. ഇപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ആൻഡ്രൂ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു ഡെഡ് ബോഡി ചെറുതായൊന്ന് അനങ്ങുകയാണ്. ഈ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ നായികയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്.
അതെ, ഡെഡ് ബോഡി ചെറുതായൊന്ന് അനങ്ങി. മാത്രവുമല്ല, അതിപ്പോൾ നമ്മുടെ നായികയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തനിക്ക് തോന്നിയതാണോ എന്ന് ഒരു ക്ലോസർ ലുക്ക് എടുക്കുന്നതിന് വേണ്ടി നായിക ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് അത് സംഭവിച്ചു. അതെ, ഈ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് അതാ ചെറിയൊരു എക്സ്ഹെയിലിംഗ് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ഇത് കണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഡോർ ക്ലോസ് ചെയ്ത് നായിക ക്യാബിനിലേക്ക് വരുമ്പോഴത്തേക്ക് നായികയുടെ കൂട്ടുകാരിയായിട്ടുള്ള ലീസ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ നിന്നെ ഉപദ്രവിച്ചോ, നിനക്ക് ലീവ് എടുക്കണമെങ്കിൽ ഇന്ന് രാത്രി നീ പൊക്കോളൂ എന്നൊക്കെ ലീസ നമ്മുടെ നായികയോട് പറയുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ നായികയുടെ മറുപടി, വേണ്ട, എനിക്ക് ലീവൊന്നും വേണ്ട, എനിക്ക് ഇത് ചെയ്തേ പറ്റൂ, എൻ്റെ പേടികളിൽ നിന്ന് ഒളിച്ചോടാൻ ഇനിയും എനിക്ക് വയ്യ എന്നൊക്കെ നമ്മുടെ നായിക ലീസയോട് പറയുകയാണ്. പെട്ടെന്ന് നായികയുടെ നോട്ടം ഈ ഒരു സ്റ്റോറേജ് റൂമിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് ലീസ നായികയോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവം? നീ ഇത് വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ കൊണ്ടുവന്ന ഹന്ന ഗ്രേസ് എന്ന് പറയുന്ന 23 വയസ്സുകാരിയുടെ ഡെഡ് ബോഡി അതിപ്പോൾ ചെറുതായിട്ടൊന്ന് നിശ്വസിച്ചു. ഈ സമയം ലീസ പറയുന്നത്, ശവശരീരങ്ങളെ ചലിപ്പിക്കുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ ഇവ വായു പുറന്തള്ളാറുണ്ട്. അങ്ങനെ ഇവർ കഫറ്റീരിയയിൽ പോയി ഒരു പാഴ്സലൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മേഗൻ ലിസയോട് പറയുകയാണ്, അയാൾ എന്നെ ആക്രമിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? അയാൾ എന്നെ ആദ്യമായി ആക്രമിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നിയത്. പക്ഷേ ഹാലൂസിനേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മൈൻഡിനെ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ സ്വന്തമായി അയാളെ അറ്റാക്ക് ചെയ്ത് അയാളെ കീഴ്പ്പെടുത്താനാണ് ശ്രമിച്ചത്. പക്ഷേ അന്ന് എൻ്റെ പങ്കാളിക്ക് നേരെ കൾപ്രിറ്റ് തോക്ക് ചൂണ്ടിയപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പകച്ചു പോയതെന്ന് ഇന്നും എനിക്ക് കൃത്യമായി അറിയില്ല. ഈ സമയം ഡേവ് എന്ന പേരുള്ള ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, മുകളിൽ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്, അയാൾക്ക് മേഗനോട് സംസാരിക്കണം എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇത് പ്രകാരം ലീസയും മേഗനും കൂടി ആ ഒരു പോലീസുകാരനെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. ഈ സമയം ക്യാബിനിൽ ഡേവ് മാത്രമാണ് ഉള്ളത്. സ്റ്റോറേജ് ബോക്സിൽ ഹന്ന ഗ്രേസിന്റെ ബോക്സ് ഓട്ടോമാറ്റിക്കായി തുറക്കുകയാണ്. മേഗന്റെ ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ബോട്ടിൽ സനാക്സ് ടാബ്ലറ്റ് നായകന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വയമായി നിയന്ത്രിക്കാനുള്ള ടാബ്ലറ്റുകളാണ്. അപ്പോൾ അത് നമ്മുടെ മേഗൻ എടുത്തോ എന്ന് നായകൻ മേഗനോട് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത്. പക്ഷേ നിനക്ക് അതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് സ്വന്തമായി നിന്റെ ശരീരത്തിനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുമല്ലോ ഇപ്പോൾ എന്നൊക്കെ ഈ സമയം നമ്മുടെ ആൻഡ്രൂ നായികയോട് പറയുന്നുണ്ട്. അങ്ങനെ ഹന്ന ഗ്രേസിന്റെ കണ്ണിന്റെ കളറിലുള്ള വ്യത്യാസവും ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യാൻ നോക്കിയിട്ട് നടക്കാതെയുമൊക്കെ വന്നതുകൊണ്ട് ഡേറ്റാബേസിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ എടുത്ത് സഹായിക്കാനായിട്ട് ഹന്ന ഗ്രേസിന്റെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്തത് എടുക്കാനായിട്ട് തിരിച്ച് ക്യാബിനിലേക്ക് വന്ന ശേഷം ഡേവിനെ കുറച്ച് സമയം കൂടെ അവിടെ ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത ശേഷം നായിക തിരിച്ച് ആൻഡ്രോയിന്റെ അടുത്തേക്ക് പോകുന്ന സമയം ഡേവിന് ഒരു റബ്ബർ ബോൾ അവിടെ നിന്ന് കിട്ടുകയാണ്. ഈ ഒരു റബ്ബർ ബോൾ തൻ്റെ കയ്യിലിരുന്ന ലാത്തി ഉപയോഗിച്ച് സ്ട്രൈക്ക് ചെയ്ത് തെറിപ്പിച്ച ശേഷം ഇറ്റ്സ് എ ഗോൾ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ് ഡേവ് ഈ സമയം. പെട്ടെന്ന് തന്നെ എന്തോ ഒന്ന് ആ ഒരു വാക്ക്വേയുടെ വലത്തു നിന്ന് ഇടത്തേക്ക് വളരെ വേഗത്തിൽ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റബ്ബർ ബോൾ ആരോ ബൗൺസ് ചെയ്ത് കളിക്കുന്നത് പോലെ ഒരു ശബ്ദം. അങ്ങനെ അതെന്താണെന്ന് നോക്കാനായിട്ട് ഡേവ് പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ സമയം നായിക ആൻഡ്രോയിന്റെ അടുത്തേക്ക് എത്തിയേക്കാണ്. ഞാൻ അവളുടെ പ്രിന്റുകൾ പരിശോധിക്കുന്ന സമയത്ത് സ്കാനർ കേടായി. അവളുടെ ID കിട്ടിയതിൽ നിന്ന് അവളുടെ ഫോട്ടോ എനിക്കുള്ള ഡീറ്റെയിൽസുമായി മാച്ച് ചെയ്യുന്നില്ല. അവളുടെ കണ്ണിന്റെ നിറത്തിലുള്ള വ്യത്യാസമാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്. അപ്പോൾ നമ്മുടെ ആൻഡ്രൂ തിരിച്ചു പറയുന്നത്, വൺസ് എ കോപ്പ് ഓൾവേസ് എ കോപ്പ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞ ശേഷം നായിക തിരിച്ച് ക്യാബിനിലേക്ക് നടക്കുകയാണ്. ഈ സമയം ആ ഒരു റബ്ബർ ബോൾ സ്റ്റോറേജ് റൂമിന്റെ സൈഡിൽ കണ്ടെത്തിയ ഡേവ് പെട്ടെന്ന് സ്റ്റോറേജ് റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയും അത് ഹന്ന ഗ്രേസിന്റെ സ്റ്റോറേജ് ക്യാബിനിൽ നിന്നുള്ള സൗണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ക്യാബിൻ തുറന്ന് അകത്തേക്ക് നോക്കുകയാണ് ഇപ്പോൾ ഡേവ്. ക്യാബിനകത്തേക്ക് തലയിടുന്ന ആ ഒരു നിമിഷം പെട്ടെന്ന് തന്നെ എന്തോ ഒന്ന് മുകളിൽ നിന്ന് ഡേവിന്റെ തലയിൽ പിടിച്ച് അകത്തേക്ക് വലിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് തിരിച്ച് ഡേവിനെ പുറത്തേക്ക് തള്ളുകയാണ്. ഡേവിന്റെ ശരീരത്തിൽ ഇപ്പോൾ എന്തോ ഒന്ന് പിടിച്ച് വലിഞ്ഞ് മുറുക്കുന്നത് പോലെ കൈകളും കാലുകളുമെല്ലാം വായുവിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. ഡേവിന് തന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. തന്റെ കൺട്രോളിനും അതീതമായി എന്തോ ഒന്ന് ഡേവിന്റെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ നേരം സഫർ ചെയ്ത ശേഷം റൂഫിലൂടെ ഡേവിനെ എന്തോ ഒരു ശക്തി അകത്തേക്ക് പിടിച്ച് വലിച്ച് ഈ ഒരു ക്യാബിന്റെ ബോക്സ് തുറന്ന് ഡേവ് അതിലേക്ക് വീഴുകയും പെട്ടെന്ന് തന്നെ ആരോ ആ ഒരു
സ്ട്രെച്ചർ അകത്തേക്ക് വലിച്ചെടുക്കുകയും ഈ ഒരു സ്റ്റോറേജ് ബോക്സ് പെട്ടെന്ന് തന്നെ അടയുകയും ചെയ്യുന്നു. ഡേവിന്റെ വളരെ ദയനീയമായ നിലവിളി നമുക്ക് ഇപ്പോൾ അകത്തു നിന്ന് കേൾക്കാം. ഈ സമയം സ്റ്റോറേജ് റൂമിലേക്ക് വന്ന നായിക അവിടെ ചിതറിക്കിടക്കുന്ന സിസേഴ്സും ഫോർസെപ്സും ടെസ്റ്റ് ട്യൂബും എല്ലാം എടുത്ത് വെക്കുന്നതിനിടയിൽ "ഓ ഡേവ്, നീ പിന്നെയും തമാശ കളിക്കുകയാണല്ലേ" എന്നൊക്കെ പറഞ്ഞ് ഡേവിനെ അന്വേഷിക്കുകയാണ്. പക്ഷേ ഡേവിനെ അവിടെയൊന്നും കണ്ടെത്തുന്നില്ല. ഈ സമയം ബാത്റൂമിൽ ഇരിക്കുകയാണ് നമ്മുടെ നായിക. പെട്ടെന്ന് ബാത്റൂമിന്റെ മെയിൻ ഡോർ ആരോ തുറക്കുന്ന ശബ്ദം കേട്ട് നായിക ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഹാൻഡ് ഡ്രയർ വർക്ക് ചെയ്യുന്ന ശബ്ദവും. അപ്പോൾ നായിക തിരിച്ചു ചോദിക്കുകയാണ്, "ഹലോ ഡേവ്, ഇത് നീയാണോ?" പക്ഷേ തിരിച്ചാരും ഒന്നും മറുപടി പറയുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു റബ്ബർ ബോൾ വന്ന് നായികയുടെ ബാത്റൂം ക്യാബിനിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് നായിക ആ ഒരു ക്യാബിന് താഴെ കൂടെ മുന്നിലേക്ക് നോക്കുകയാണ്. ഈ സമയവും അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ചോര കൊണ്ട് പൊതിഞ്ഞ ഒരു കൈ വന്ന് ഈ ബോൾ എടുത്ത് തിരികെ പോവുകയാണ്. വളരെയധികം പാനിക്കാവുന്ന നമ്മുടെ നായിക ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അകത്ത് പെട്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഹാലൂസിനേഷൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നായികയ്ക്ക് ഇത് കൃത്യമായി മനസ്സിലാകുന്നുമില്ല. നമ്മുടെ നായകൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് നായികയെ വിളിക്കുകയാണ്. "നീ എനിക്ക് തന്ന പ്രിന്റുകൾ ഇപ്പോഴുള്ള ഡെഡ് ബോഡിയിൽ നിന്ന് എടുത്തതാണെന്ന് നിനക്കുറപ്പാണോ?" അപ്പോൾ നമ്മുടെ നായിക തിരിച്ചു പറയുകയാണ്, "അതെ." അപ്പോൾ നായകൻ പറയുന്നത്, "നീ പറയുന്ന ഹന്ന ഗ്രേസ് മരിച്ചിട്ട് ഇപ്പോൾ 3 മാസമായി കഴിഞ്ഞു. ചിലപ്പോൾ ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാകാം എന്നും നായകൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല." ഇങ്ങനെയൊക്കെ നമ്മുടെ നായകൻ പറയുമ്പോഴത്തേക്ക് "പിന്നെ വിളിക്കാം" എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് നമ്മുടെ നായിക. അങ്ങനെ ഇതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് മരണപ്പെട്ട ഹന്ന ഗ്രേസിനെ കുറിച്ചും ഒരു ഡീമോണിക് പൊസഷൻ ഹന്ന ഗ്രേസിൻ്റെ ശരീരത്തിലുണ്ടെന്ന് ഫാമിലി വിശ്വസിക്കുന്നുണ്ട് എന്നുമുള്ള വാർത്തകളൊക്കെ നമ്മുടെ നായിക ഇൻ്റർനെറ്റിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ വീണ്ടും ഹന്ന ഗ്രേസിൻ്റെ ശരീരം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ നായിക അത് ശ്രദ്ധിക്കുന്നത്. അവളുടെ വയറിന് താഴെയായി വളരെ വലിയ ഒരു വോണ്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു.